ഒമാൻ തീരത്ത് US സേന നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചു. ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഒമാൻ കടലിടുക്കിൽ പലാവു പതാകയുള്ള MT സെറ്റബെല്ലോ എന്ന ടാങ്കറിന് നേരെയാണ് കഴിഞ്ഞ ദിവസം US സൈനികാക്രമണം നടന്നത്. കാണാതായ 3 ഇന്ത്യൻ നാവികരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. എണ്ണക്കപ്പലിൽ 24 ഇന്ത്യൻ പൗരന്മാരും 4 വിദേശ പൗരന്മാരും ഉൾപ്പെടെ 28 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. 21 ഇന്ത്യൻ നാവികരെ രക്ഷപ്പെടുത്തിയ ജീവനക്കാരെ ഉടൻ നാട്ടിലെത്തിക്കും. എണ്ണക്കപ്പലിന് നേരെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിലാണ് അപകടം. ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് US നാവികസേന ആക്രമിച്ചത്. അസംസ്കൃത എണ്ണയും രാസവസ്തുക്കളും കൊണ്ടുപോവുകയായിരുന്നു കപ്പൽ. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനാലാണ് കപ്പൽ ആക്രമിച്ചതെന്നാണ് US വിശദീകരിക്കുന്നത്. ഒമാൻ തീരക്കടലിൽ തിങ്കളാഴ്ച US മിസൈൽ തീപിടിച്ച MT മാരിവെക്സ് കപ്പലിലെ 24 ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു. ടാങ്കർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും ഇറാനിൽ നിന്നുള്ള എണ്ണ കടത്തുകയായിരുന്നുവെന്നും ആരോപിച്ചാണ് അമേരിക്കൻ സൈന്യം ആക്രമിച്ചത്. ആക്രമണത്തെ തുടർന്ന് US ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.